ഉമ്മൻചാണ്ടിയുടെ ഒരു ശക്തനായ വക്താവായിരുന്നു താങ്കൾ. എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ അറിയാനുള്ള പ്രധാന കാരണം? ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അദ്ദേഹത്തിന് ഉണ്ടായ മനപ്രയാസം അതിൽ ഞാൻ ഇച്ചിരി ഉത്തരവാദിയാണ്. KM മാണി എന്നെ വിളിച്ച് മുഖ്യമന്ത്രിയാവണം ആഗ്രഹം പഠിപ്പിച്ചു. ജോറി നോക്കിയാൽ എന്നറിയാം, ജോറി ഒന്ന് ജോലി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓട്ടം തുടങ്ങി. ഞാൻ ആദ്യമൊക്കെ മടിച്ചു നിന്നു. പക്ഷേ KM മാണി വിളിച്ചിങ്ങനെ, ജോറി ഇനി ജീവിതത്തിൽ നമുക്ക് നല്ല അവസരം ഉണ്ടാകുകയില്ല, അതുകൊണ്ട് ജോറി ഒന്ന് ഇടപെടാം. ജോറിനറിയാം, ജോറി എല്ലാവരും ബന്ധമുണ്ട്, ഒന്ന് സംസാരിക്കുന്നു. ഞാൻ അങ്ങനെ ഇടതുപക്ഷ നേതാക്കന്മാരോട് ചർച്ച തുടങ്ങി. ആ ചർച്ച തുടങ്ങിയെന്ന് പറഞ്ഞാൽ പ്രമുഖരായ നേതാക്കന്മാരെ KM മാണി വീട്ടിൽ കൊണ്ട് സംസാരിപ്പിക്കുകയും നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ വലിയൊരു നേതാവിൻ്റെ വീട്ടിൽ വെച്ച്, ആരും അറിയില്ലാത്ത സ്ഥലം, അവിടെ വെച്ച് CPM ഉന്നതരായ നേതാക്കന്മാരും KM മാണിയും ഞാനുമായിട്ട് ചർച്ച ചെയ്യും തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനിച്ചങ്ങനെ വളരെ ശക്തമായി മുന്നോട്ട് പോയി. അതിൻ്റെ അർത്ഥം അന്ന് മാണി അത് കഴിഞ്ഞുണ്ടായ സംബന്ധിച്ച് അന്ന് രാവിലെ 9 മണിക്ക് ചർച്ച പൂർണ്ണ ചർച്ച ചെയ്താൽ പിന്നെ പിറ്റേ ദിവസം തന്നെ അവിശ്വാസം കൊടുക്കുന്ന നിലയാണ്. മാണി മുഖ്യമന്ത്രിയാകുമായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ അന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്ക് എന്നെ മാണി സാർ വിളിച്ചു. ജോറേ, നമുക്ക് ചർച്ച ചെയ്യുന്ന ഞാൻ എന്നെ കുഴപ്പം, എവറിതിങ് ഈസ് ഓക്കെ, ബട്ട് ഞാൻ എന്താ ബട്ടൊന്നും ബാക്കിയില്ല. എന്താ ബട്ട് ഒച്ചെഴുതി ഞാൻ ചോദിച്ചു. ചെറിയൊരു ഫിനിഷിങ് കൂടെ. ഞാൻ പറഞ്ഞു, ബട്ടുണ്ടോ, വർത്താനം പറയാമോ എന്നിവയെ ജോറെ ഒന്ന് മാറ്റി വെക്കണം, ഇന്നത്തെ ചർച്ച. ഞാൻ വിളിച്ച് ജോറോ ഇന്ന് ചർച്ച നടക്കുന്നു. ഞാൻ നേരെ വണ്ടി വിട്ട് മാണിയുടെ വീട്ടിൽ ചെന്ന് മാണിയുടെ സ്റ്റാഫിനെ വിളിച്ചു. സ്റ്റാഫിൻ്റെ പേര് പറയാത്ത മാണി അയാളെ ഉദ്ധരിക്കേണ്ടതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങൾ സംസാരിച്ച് പോയതിന് ശേഷം ആരാ ഇവിടെ KM മാണിയുടെ മനസ്സിൽ? രാത്രി 11:30 ഞങ്ങളുടെ ചർച്ച. ഈ 6 മണിയായപ്പോഴത്തേന് അത്ര പാതിരേക്ക് വരെ ചർച്ചയില്ലല്ലോ, ആരാ? അപ്പോഴാണ് മനസ്സിലായത്, മകനും മകൻ്റെ ഭാര്യയെ പറ്റും. പാർലമെൻറ്റ് ഇലക്ഷൻ തൊട്ടുടനെ. പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പം ലോകത്ത് ബോധമുള്ള വിവരമുള്ളവർക്കറിയാം ഏതായാലും UDF വരികയാണ്, ഉറപ്പാണ്. എന്നിട്ട് മകനും മകൻ്റെ ഭാര്യയും പറയുന്നത്, രാഹുൽ ഗാന്ധി ഞങ്ങളോട് വാക്ക് പറഞ്ഞ അച്ചച്ച, ഇതിൻ്റെ ആവശ്യമില്ല. ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കിന് മകനെ അച്ചച്ച ജോസ് റഹ്മാനെയും അവളും വിളിക്കുക, അങ്ങനെ ജോസ്മോൻ മന്ത്രിയാവും, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാക്കാമെന്ന് രാഹുൽജി എന്നോട് വാക്ക് പറഞ്ഞു. ജോസ് കെ മാണിയുടെ ഭാര്യയോട് വാക്ക് ആ കുട്ടി പറഞ്ഞ് മാണിയെ വിശ്വസിപ്പിച്ചത്. അടുത്ത സെൻറ്റൻസാണ്, എന്ന് മാത്രമല്ല 6 മാസത്തെ അച്ചച്ച മുഖ്യമന്ത്രി ആയിരിക്കുന്ന എനിക്ക് വാക്ക് വന്നിട്ടുണ്ട് പറയും. അപ്പോൾ KM മാണി നോക്കിയപ്പം മാണി ഇങ്ങോട്ടും ചാടാൻ മടിയില്ലാത്ത തെളിവില്ല. മാണി വിചാരിച്ചത് ഈ ജോസ് കെ മാണി പറഞ്ഞാൽ പിന്നെയും പുള്ളി ആവശ്യിച്ചാണ്. ജോസ് കെ മാണിയുടെ വൈഫാണ് പറയുന്നത്, രാഹുൽജി എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന്. രാഹുൽജിയായിട്ട് വളരെ അടുപ്പമാണ് ഈ നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ. മാണിക്കും അറിയാം, മാത്രം അടുത്ത സുഹൃത്തുക്കളവർ. ആ നിലയ്ക്ക് ശരിയാണെന്ന് വിചാരിച്ചു. മാറാതെ തന്നെ UDFൻ്റെ മുഖ്യമന്ത്രി 6 മാസം ആകുന്നതിന് മാണിയെ മാറ്റി വെച്ചത്. ഞാൻ കയറി, ഇത് അന്നേരം വിവരം മനസ്സിലല്ലോ. ഞാൻ പറഞ്ഞു, ഇത് അനുഭവിച്ചോളം, എന്നെ കുറ്റപ്പെടുത്തിയേക്കണം ഞാൻ അറിഞ്ഞു. അന്നേരം അത് ഉമ്മൻചാണ്ടി പൊട്ടണമാണ്. അത് കിട്ടി ഉള്ളി. അപ്പം എന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്നത് ഉമ്മൻചാണ്ടി. ഞാൻ സത്സംഗമാണ് പറയാം, യാതൊരു തെറ്റില്ല, ആത്മാർത്ഥമായി എന്നെ സ്നേഹിച്ചിരുന്ന ഭയങ്കരമായി. ഞാൻ ചേട്ടാൻ തുടങ്ങി, അത്ര ബന്ധം എന്നോടുണ്ടായി. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ചാടിച്ച് മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരബദ്ധങ്ങളിലൊന്നാണ്. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. ആ തെറ്റാണ് ഉമ്മൻചാണ്ടിക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാക്കിയത്. അത് ഉമ്മൻചാണ്ടിയെ പോലെ പഠിച്ചകളെ ലോകത്തില്ല. ഉമ്മൻചാണ്ടി ആരെ കൊണ്ട് എന്നെ വന്നത്? മാണിയെ കൊണ്ട് തന്നെ കൊല്ലിച്ചു. മാണിയെ കൊണ്ട് പുറത്താക്കിച്ചു. MLA സ്ഥാനം ഒരിക്കലും കളയാൻ സ്പീക്കർ തയ്യാറില്ലായിരുന്നു. സ്പീക്കറെ നിർബന്ധിച്ച് കളയിച്ചാണ് കേട്ടോ. ഉമ്മൻചാണ്ടിയുടെ ഗതി എന്നായി? എനിക്കിട്ട് ആരെങ്കിലും വെച്ചാൽ പോക്ക. ഉമ്മൻചാണ്ടിയുടെ ആയിരിപ്പ് ദൈവമല്ലേ ഇപ്പം. ആ ഓർഡർ ചെയ്ത് നമ്മുടെ സ്പീക്കർ ശക്തി ജയിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ സഭയിൽ പിന്നെ വന്നില്ല. വന്നോ? എനിക്ക് പരാതി കൊടുത്ത് ഉണ്ണിയാടനം തീർന്നോ?
എനിക്കെതിരെ വലിയ പ്രസംഗമായിട്ട് നടന്ന നമ്മുടെ പുതുശ്ശേരിയിൽ തിരുവനന്തപുരത്തിലാണ്ടായിരുന്നു. എന്നെ അങ്ങോട്ട് കൊല്ലാനായിട്ട് മാണിക്ക് വേണ്ടി ചാടി ഇറങ്ങിയതാണ്. അവസാനം ഇടതുപക്ഷത്തിൻ്റെ കക്ഷത്തിൽ പോയി. എന്നാ രാജീവ് ആന്റണി രാജു എന്ത് ചെയ്യാണ്? ദൈവം തമ്പുരാൻ വരികയാണ്. എന്നെ അനാവശ്യമായി വേദനിപ്പിച്ചവരൊക്കെ ദൈവം കൈകാര്യം ചെയ്യുന്നു. അതിപ്പോൾ പറയുന്നു. ഈ CPM-ആയിട്ട് നടത്തിയ ചർച്ച മാണിയെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് അത് 100% സക്സസ് ആവും അങ്ങേക്ക് ഉറപ്പുണ്ടായിരുന്നു? 100%, 100 അല്ല 101% സത്യസന്ധമാണ്. CPM-ന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ പറഞ്ഞ വാക്കാണ്. അവർ ഏറ്റവും ഉന്നതനായ നേതാവാണ് സംസാരിക്കാൻ തയ്യാറായത്. ആ തയ്യാറായ വാക്ക് വ്യത്യാസം ചെയ്യുന്ന ആളല്ലെങ്കിൽ കയ്യിരിപ്പ് എന്താണേലും ദൈവം സാക്ഷി അത് നടന്നേനെ. അത് മാണിയുടെ കയ്യിരിപ്പാണ്. പക്ഷെ മാണിയുടെ കയ്യിൽ ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ ദൈവനിശ്ചയമാണ്. ഈ മാണിയെപ്പോലെ കർഷകദ്രോഹിയായ ഒരാളെ, ഈ മാണിയെപ്പോലെ ബഡ്ജറ്റ് വിറ്റ ഒരാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ പാടില്ല എന്ന് ദൈവനിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാണിയുടെ മകൻ്റെ ഭാര്യകളും മാണിയെ വെള്ളത്തിലാക്കി. ഇല്ലെങ്കിൽ എന്നിലൂടെ ഞാൻ പാവിയായി മാറുമായിരുന്നു. സമൂഹത്തിൽ ധനകാര്യമന്ത്രിയായപ്പോൾ ഇതുപോലെ കട്ടപ്പൻ മുഖ്യമന്ത്രി എന്തരം കക്കും. ഉമ്മൻചാണ്ടിക്ക് ഔട്ടായിപ്പോയി. അതുകൊണ്ട് ദൈവനിശ്ചയമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി ഏത് ഘട്ടത്തിലാണ് ഈ മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം അറിഞ്ഞത്? ലാസ്റ്റാണ്. വളരെ നീക്കം നടക്കില്ല എന്ന് വന്നുകൊണ്ട് അത് പുറത്തുപോയി. നടക്കില്ല, അത് ഫോണല്ലേ, അറിയാൻ പാടില്ല. അത് തന്നെയല്ലേ, ഞാൻ പേര് പറയുന്നില്ല. ഒരു അപ്പോൾ ഞാനായിട്ട് പറയണ്ട. ഞാൻ കേട്ടോ സാധനം ഒരു ഏപ്രിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന സ്ഥാപനം, നിങ്ങളുടെ ആ മാനേജിങ് എഡിറ്റർ ഉണ്ടല്ലോ, എന്നെ ഷാജൻ സ്കറിയാമോ കൂട്ടുതറ, അവനൊരു കണ്ടാങ്ക്രസ് വരവയാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കാൻ സൗകര്യമുണ്ടേ കൊടുക്കും, കൊടുത്തില്ല നിങ്ങളോട് എനിക്ക് ജീവിതത്തിൽ ബന്ധം ഉണ്ടാകില്ല. യവനെപ്പോലൊരു വൃത്തികെട്ടവൻ ഉണ്ടായിട്ടില്ല. യവനെ എൻ്റെ നിയമത്തിൽപ്പെട്ടവനാണ്. ഇത്രയും വൃത്തികെട്ട, സത്യസമയമായിട്ട് പുലബന്ധമില്ലാത്ത വൃത്തികെട്ട വാർത്ത എനിക്കെതിരെ കൊടുക്കുന്ന വെറും ഒരു 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 പറയാൻ റാസ്കൽ എന്ന് പറയുന്ന മര്യാദയില്ലാത്ത പറയുന്നതാണ് ഈ ഷായസ്കറിയാം. അയാളുടെ മാനേജിംഗ് എഡിറ്ററുടെ ചാനലിൽ ഈ സനകുമാറുള്ള സ്നേഹം കൊണ്ട് മാത്രം അതിനെ മിണ്ടില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നാടുകൾ ഈ റാസ്കലിനെ പറ്റി എന്നോട് പറയാറുണ്ട്. കച്ചവടക്കാരൻ, ഈയുടെ ഭാര്യ പോലും ഈയുടെ കൊടുത്തിട്ടില്ല. മനസ്സിലായില്ല, ഭാര്യ പോലും ഈയുടെ നയം തെറ്റാന്നാണ് പറയുന്നത്. മനസ്സിലായി, ഇത്രയും വലിയ ഭൂരിപക്ഷത്തെ ചേച്ചി എന്നെപ്പറ്റി ഇത് കൂട്ടും വൃത്തികെട്ട ഫാദറുടെ സ്ഥലം എഴുതി വെക്കുന്ന മര്യാദയാണ്. ഒന്ന് പറഞ്ഞു തരാം, അവിടെ മര്യാദയ്ക്കിരിക്കാൻ, അല്ലെ അവനതിനെ അനുഭവിക്കും. അവനൊന്നും പറയുന്നില്ല, പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞോളാം, അത് കുഴപ്പമില്ല. എന്റെ ചോദ്യം തീർന്നില്ല. ഇപ്പൊ അങ്ങ് വെളിപ്പെടുത്തിയത് കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാകാവുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. KM മാണി മുഖ്യമന്ത്രിയാവാൻ തയ്യാറെടുക്കും. ഞാൻ ഒരു കാലത്ത് KM മാണിയുടെ വലിയ വിമർശകനായിരുന്നല്ലോ താങ്കൾ. പിന്നെ എങ്ങനെയാണ് ഈ KM മാണിയെ മുഖ്യമന്ത്രിയാക്കണം തോന്നിയത്? തോന്നാൻ കാരണം മാണിയുടെ റിക്വസ്റ്റ് മാത്രമല്ല അതിനകത്തുണ്ടായി. ഞാൻ കേരള കോൺഗ്രസ്സുകാരൻ. 65-ൽ 25 MLA-മാരായിട്ട് വന്നതാണ്. അതിനുശേഷം 9 MLA-മാരായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം 21 MLA-മാരായിട്ട് വന്നിട്ടുണ്ട് 77-ൽ. ഒരിക്കലും കേരള കോൺഗ്രസ് മുഖ്യമന്ത്രി പദം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും കേരള കോൺഗ്രസിൻ്റെ ചർച്ചകളിലോ കേരളം ഭരിക്കേണ്ട കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി ആണെന്ന് പറയാം. അപ്പോൾ അതിങ്ങനെ മനസ്സിലിരിക്കുന്ന ഒരു വിങ്ങലായി തോന്നി എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ KM മാണി എന്ത് കള്ളനാണെന്ന് പറഞ്ഞാലും അയാൾ ഇനി അവസാന കാലത്ത് മുഖ്യമന്ത്രി ആഗ്രഹിച്ച തെറ്റില്ല. ഇനി വേറൊരു ചാൻസ് അദ്ദേഹത്തിനില്ല. അത് തന്നെ ഒരു കേരള കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയുള്ള സ്കോപ്പ് ഞാൻ കാണുന്നില്ല. ഇതിങ്ങനെ ഫ്ലൂക്കിലൊരു മുഖ്യമന്ത്രി കിട്ടുകയാണെങ്കിൽ ഒരു 6 മാസം കിട്ടിയാൽ കൊള്ളാവുള്ളൂ എന്ന് മാത്രം വലിയ ഓഫറായിരുന്നു. അത് ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. വലിയ ഓഫറാണ് ഇടതുപക്ഷത്ത് നിന്ന് വന്നത്. ആ നിലയ്ക്ക് മാണി അത് വേണ്ടെന്ന് വെച്ചത് ദൈവനിശ്ചയമാണെന്ന് ഞാനതാണ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ഒരു കേരള കോൺഗ്രസ്സുകാരൻ വരട്ടെ, കേരള കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് പറയാമല്ലോ. ഇതായിരുന്നു എൻ്റെ മനസ്സ്. തെറ്റായിപ്പോയി ഇപ്പോൾ എനിക്ക് തോന്നി. കേരള കോൺഗ്രസ് പിരിച്ചു കൊടുക്കണം എൻ്റെ അഭിപ്രായം. തുറന്ന് പറയും, കേരള കോൺഗ്രസ് പോലെ കർഷക വഞ്ചകനായ ഒരു പാർട്ടി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. മാണിയും ജോസഫും മാണി കൂട്ട് കച്ചവടം.
അതല്ല, അതിനപ്പുറത്ത് ജനപ്രതിക്ക് വല്ല വിലയുണ്ടോ? ഇത് എവിടെ ഇരിക്കുന്നു? റോഷി നല്ല ചെറുപ്പക്കാരൻ, മോൻസിയോസ് നല്ല ചെറുപ്പക്കാരൻ, എന്ത് വില! മാണിയും ജോസഫും പറഞ്ഞിട്ട് തല കുമ്പിട്ട് നടന്നോ? അതല്ലേ ഉള്ളൂ, ആലോചിച്ച്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരള കോൺഗ്രസ് പിരിച്ചുവിടുക, ആ MLA-മാർ ഇഷ്ടമുള്ളിടത്ത് പോട്ടെന്ന് പറയുക. അതാണ് മാണിക്കും ജോസഫിനും നല്ലത്. ജോസഫ് എന്നാ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കണ്ടിട്ടില്ല? എന്തൊരു കഷ്ടകാലമാണ് നീ! വളരെ ദയനീയമല്ലേ ജോസഫിന് തന്നെ? ജോസഫ് ഒരു രാഷ്ട്രീയ പാർട്ടി വക്താവെന്ന് പറയുന്ന ഒരു അപമാനമല്ലേ ചെയ്യുന്നത്? അദ്ദേഹത്തെ പറ്റിയുള്ള ആരോപണം മുഴുവൻ ശരിയാന്ന് തെളിഞ്ഞിട്ടില്ലേ? അപ്പം ഇത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? വരുന്ന നമ്മുടെ ഇടുക്കി പാക്കേജൊക്കെ എവിടെ പോയി? എത്ര കോടി രൂപ കട്ടു? ഇതൊക്കെ അന്വേഷണം തന്നാൽ തെളിയും. പിണറായി വിജയൻ അന്വേഷിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ നമ്മുടെ മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങ് ഏത് കോൺഗ്രസ് അല്ല ഏത് CPM നേതാവിനോട് സംസാരിച്ച് ഞാൻ ചോദിക്കുന്നില്ല. അങ്ങ് ആദ്യം ഈ വിഷയം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഭയങ്കര ആത്മാർത്ഥമായിരുന്നു, ഭയങ്കര ചാട്ടമായിരുന്നു, വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം അവരെ തകർക്കുന്ന നിലയിലേക്ക് UDF നമ്മുടെ മെട്രോ റെയിലായി, കണ്ണൂർ വിമാനത്താവളമായി, കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ അറ്റകുറ്റപ്പണി, തിരുവനന്തപുരം IT പാർക്ക്, പിന്നെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി, ഇതെല്ലാം കൂടെ വന്നപ്പോഴേക്കും അവർ വീണ്ടും വേണ്ടി വന്നാൽ ഈ ഗവൺമെൻറ് വന്നേക്കാവുന്ന നിലയിലേക്ക് വന്നായിരുന്നു. അത് തന്നെയല്ല, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ സ്വാധീനിക്കാനുള്ള ഭഗീര പ്രയത്നം, പിന്നെ ഈ മെത്രാച്ചന്മാരെല്ലാം ബിന്ദുവാണ്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കിന് ഇതിന് മറിച്ചിടാൻ വേണ്ടി എന്ന നിലയിൽ അവർ തീരുമാനിച്ച എത്ര തവണ ചർച്ച നടത്തിയാണ്? അതൊക്കെ കറക്റ്റായിട്ട് നോക്കണ്ടായിരുന്നു വേണ്ടി. കാരണം ഞാൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം അവർ വന്നിട്ടുണ്ട്. ഞാൻ താമസിച്ചത് കുഞ്ഞാറക്കോസ് വന്നിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇത് എത്ര മാസം നീണ്ടു നിന്നു ഈ ഒരു ചർച്ചകൾ? മാക്സിമം ഒരു 1.5 മാസം. അത് 1.5 മാസം കൊണ്ട് റിസൾട്ടിലേക്ക് വന്നു. 1.5 മാസം മാക്സിമം. ആദ്യം പറഞ്ഞവർ ചർച്ചയായിട്ട് പോയി, നമ്മൾ കുഴപ്പിപ്പോയി, കാരണം വേറെ ആരും അറിയുന്നില്ല. പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കമ്മിറ്റിയിൽ KM മാണി മുഖ്യമന്ത്രിയായിരുന്ന തെറ്റെന്നുള്ള ചർച്ചയൊക്കെ വന്നായിരുന്നില്ല. കാരണം ഞാൻ അവരോട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് മണത്തറിയാമായിരുന്നു KM മാണി മുഖ്യമന്ത്രിയാണല്ലോ നീക്കം നടക്കുന്നത്. പാർട്ടിക്കാർക്കല്ല അറിയാം. ഇതിപ്പോ മാണിയും അന്നും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ചകളായിരുന്നു. ജോസഫിന് അറിയാമായിരുന്നു. ജോസഫിനെ അനുവദിപ്പിക്കാൻ വേണ്ടി ജോസഫിനോട് ചോദിക്കണം പറഞ്ഞ് ഞാൻ ഒരു ദിവസം KM മാണി പറഞ്ഞു, ഔഷധൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ ഔഷധനെ പറഞ്ഞുവിടാം. ഞാൻ ഔഷധനെ വീട്ടിൽ ചെന്നു. ഞാൻ ഔഷധനെ വീട്ടിൽ ചെന്ന് ഔഷധം 2ാം നില. ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് പുള്ളി ഇറങ്ങി വന്നു. ഇനി ഞാൻ കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ മണി സാറിൻ്റെ അടുത്ത് പോവാം. പുള്ളി എഗ്രി ചെയ്തു. എന്നിട്ട് അദ്ദേഹം KM മാണിയുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അത് അത്ര വരെ എനിക്കറിയാം. ഞാൻ പിന്നെ പോകുന്നല്ല, അവിടെ നിൽക്കുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഈ നമ്മുടെ മന്ത്രി ഇവിടെ സെക്രട്ടേറിയറ്റ് വെച്ച് KM മാണിയോട് ചോദിച്ചു, ഇതന്നെ മാണി സാർ ഞാൻ PJ മാണി സാർ ചെന്ന് നമുക്ക് എന്നെ PJ ആയിട്ട് സംസാരിച്ച് തീർന്നല്ലോ എന്ന്. എന്നെ മാണി സാർ പറഞ്ഞു, ഔഷധിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ചേടാ, ഞാൻ പറഞ്ഞ ഔഷധിച്ച വീട്ടിൽ വന്നതാണല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ലെന്ന്. അപ്പം ഇങ്ങനെ ടെൻഷൻ, ഇതൊക്കെ ദൈവം ഇതിനെ കൂടി ചെയ്യിക്കുന്നതാണ്. ഞാൻ ഉടനെ PJയുടെ അടുത്ത് PJയുടെ മന്ത്രിമന്ദിരത്തിലുണ്ട്. അപ്പം ഞാൻ ഇതന്നെ എങ്ങനെ അത് മാണി സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ വാക്ക് പറഞ്ഞനുസരിച്ച് അങ്ങോട്ട് സംസാരിക്കായിരുന്നു. അങ്ങനെ PJ കുറ്റം പറയാൻ വാശി. PJയോട് പറഞ്ഞ് എൻ്റെ ജോറെ എന്ത് ചെയ്യാൻ, ഞാൻ ഒരു 20 മിനിറ്റ് വരെ അവിടെ കുത്തിയിരുന്ന് വർത്തമാനം പറഞ്ഞു. മാണി സാർ എന്നോടൊന്നും ചോദിച്ചില്ല, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാണിയുടെ പ്ലാൻ ജോസഫ് അങ്ങോട്ട് പറഞ്ഞിട്ടാണെന്ന് പറയണം. പിന്നെ പറയാം PJയുടെ ഉദ്ദേശം മാണി ചോദിച്ചാൽ അനുവദിക്കാം. ഞാൻ പിന്നെ ഒരു ക്യാബിനറ്റ് ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് ദിവസം ക്യാബിനറ്റ് കഴിയുന്ന സമയം നോക്കി അവിടെ ചെന്നിട്ട് നേരെ PJ ക്യാബിനറ്റ് റൂം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് അവിടെ നിർത്തി, ആ ഓഡിറ്റോറിയം നിർത്തി. അദ്ദേഹം ഓടിപ്പോയി KM മാണി വിളിച്ചോളൂ. രണ്ടുപേരും നിന്നും ഞാൻ നിങ്ങളെന്നെ സംസാരിക്കുന്നതിന് മര്യാദയായിട്ട് ഇടപെടാൻ എന്നെ ഇട്ട് അങ്ങോട്ട് പോയിട്ട് വേണം വേണ്ട തീരുമാനിക്കണം. അതുകൊണ്ട് വേണം
വേണം എന്ന് ഇങ്ങനെ തട്ടുക. ഞാൻ ബി ജെ കൊണ്ട് ബിജോട് ഒരു ബി ജെ ഇതിനോട് സമ്മതിച്ചതാണല്ലോ. എങ്ങനെയാണ് ഞാൻ എന്നെ അപ്പം ബി ജെ പറഞ്ഞു അത് ഞാൻ നേരത്തെ സമ്മതിച്ചു. അവിടെ അറിയാമല്ലോ എനിക്കൊരു കുഴപ്പമില്ല, എപ്പോൾ വേണമെന്ന് പോയി ഞാൻ തയ്യാറാണ് എന്ന് ബി ജോസഫ് പറഞ്ഞു. അങ്ങനെയാണ് അതായത് ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി നേരായ വഴി അറിയില്ല. പി ജെക്ക് ഇച്ചിരൂടെ നേരായ വഴി അറിയാം. കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് സത്യം. ഇത് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ LDF പിന്തുണയ്ക്കുന്നു, കേരള കോൺഗ്രസിനെ, മാണി മുഖ്യമന്ത്രിയാവുന്നു, അതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ മന്ത്രിസഭാ രൂപീകരണത്തെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഞാൻ വിശദാംശം കിടക്കുന്നില്ല. ആ പാർട്ടിയിലെ എല്ലാവരും ആ മുന്നണിയിലെ മിക്കവാറും എല്ലാ കക്ഷിയുടെയും ഉന്നതരായ നേതാക്കന്മാർക്കറിയാൻ വേണ്ടി ഒരു സംശയമുണ്ട്. ഇനിയിപ്പോൾ അതൊരു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. ഉമ്മൻചാണ്ടി എന്തെങ്കിലും ഇതേക്കുറിച്ച് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ? വേണ്ടിയിട്ടേ ഇല്ല. ഞാൻ ഉമ്മൻചാണ്ടി ആരാ ഒരക്ഷരം ഇതുവരെ ചോദിച്ചിട്ടില്ല. മനസ്സിലായില്ല, ഒരക്ഷരം. അതുപോലെ ചിരിക്കും. പക്ഷേ ഒന്നുണ്ടായി, ഈ ചർച്ച വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ മുറി ചെല്ലുമ്പോൾ പുള്ളി ഈ പഴയ സ്നേഹത്തിനൊരു കുറവ് ഞാൻ കണ്ടേ. അതറിയാമല്ലോ, കുറവ് കണ്ടു എന്ന് മാത്രമല്ല നിയമസഭയിലും പുള്ളി എനിക്ക് ആഞ്ഞടിച്ചു. നിയമസഭയിൽ ഒരു കാര്യമില്ലാതെ തന്നെ ആഞ്ഞടിച്ച്. മനസ്സിലായില്ല, പാടില്ലാത്ത മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല, അത്രയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വൈരാഗ്യം തീർക്കാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലായി.